വെൽക്കം ടു റൂബ്സ് കുക്ക് ബുക്ക്. ഇന്നത്തെ റെസിപ്പി ചുമന്ന ചീര വെച്ചിട്ടുള്ളൊരു നാടൻ കറിയാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിപ്പോൾ ഇവിടെ ചുമന്ന ചീര ഞാൻ ഒരു പിടി കയ്യിൽ ഒതുങ്ങുന്ന അത്രയ്ക്കുള്ള ചീര എടുത്തിട്ടുള്ളൂ. വീട്ടിൽ വളർന്നുണ്ടായ ചീരയാണ്, അപ്പോൾ അത് തന്നെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അതിന് ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഞാൻ 2 വലിയ പച്ചമുളക് സ്പ്ലിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 4 വലിയ പച്ചമുളക് തന്നെ എടുക്കാം. പിന്നെ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആദ്യം ഞങ്ങൾ കുക്കറിലേക്കാണ്, കാരണം കുക്കറിൽ തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇത്. അങ്ങനെ ചീര ഒരുപാട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകി വൃത്തിയാക്കി ഇങ്ങനെ പൊട്ടിച്ചെടുത്ത മാതിരി അങ്ങനെ കുക്കറിലിടുകയാണ്. സവോള അരിഞ്ഞതും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഇനി ഇതിൽ 2-ാം പാലാണ് ഒഴിക്കുന്നത്. തേങ്ങയുടെ 2-ാം പാൽ, ഒരു ചെറിയൊരു തേങ്ങ മുറിയുടെ തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലെ 2-ാം പാലാണ് ഒഴിച്ച് വേവിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ വേറെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ മസാലസ് ഒന്നും വരുന്നില്ല, എണ്ണയും വരുന്നില്ല. ഇതിങ്ങനെ വെയിറ്റ് ഇട്ടിട്ട് നമുക്കൊരു 4 വിസിൽ വരുന്നവരെ വേവിക്കുക. ഇതിപ്പോൾ 4-ാമത്തെ വിസിൽ വന്നു കഴിഞ്ഞു. ചൂട് പോയി കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. നല്ല എല്ലാം വെന്ത് ഉടഞ്ഞു കിടക്കുകയാണ്. കാരണം നമുക്ക് ഇനി തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് എല്ലാം നല്ലതായിട്ട് ഉടച്ചു കൊടുക്കണം. ചീരയൊക്കെ നല്ല വെന്ത് കിടക്കുവാണ്. അപ്പോൾ തവി വെച്ച് നല്ല ഉടയ്ക്കുക. വെളുത്തുള്ളി എല്ലാം നല്ല ഉടഞ്ഞ് ചേരണം. എത്രത്തോളം സ്മാഷ് ചെയ്ത് കൊടുക്കാമോ അത്രയും നല്ലതായിട്ട് ഉടച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇടാം. കാരണം നമ്മൾ തേങ്ങയുടെ തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇത് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് ഏകദേശം ഒരു 3/4 ഗ്ലാസോളം തലപ്പാലുണ്ടായിരുന്നു. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, ഒന്ന് ചൂടായി എടുത്താൽ മതി. ഒന്ന് തിളയ്ക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ശകലം ഒരു പുളി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ നീരാണ് ഇതിൽ ഒഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ വെച്ച് ഏറ്റവും എളുപ്പം വെക്കാൻ പറ്റുന്ന കറിയാണിത്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയും. ചീര അരിയോ അങ്ങനെ ഒന്നും വേണ്ട. ഇതിപ്പോൾ വലിയൊരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം ചെത്തി എടുത്തിട്ടേ ഉള്ളൂ. അതിൽ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നീര് വന്നിട്ടുണ്ട്. അത്രയും മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു അല്പം പുളി ഉണ്ടെന്ന് ഇങ്ങനെ തോന്നും, അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. കാരണം കടുവറുക്കലോ അങ്ങനത്തെ യാതൊരു ഇതും വേറെ ഇല്ല. ജോലി ഇത്രയേ ഉള്ളൂ. ചീര കടഞ്ഞത് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.